ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയാണ്. ലഞ്ച് ബോക്സിലേക്കൊക്കെ രാവിലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. 1/2 കിലോയോളം ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ക്യൂബ്സായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ചതച്ചതോ പൊടിയോ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം നേരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനിയൊരു നല്ല കട്ടിയുള്ള പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതാകുമ്പം വളരെ കുറച്ച് എണ്ണയിൽ തയ്യാറാക്കിയെടുക്കാം. അതാകുമ്പം നല്ല മൊരിഞ്ഞതുപോലെ കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതുണ്ടാക്കുന്ന പാത്രത്തിൽ അത് കരിഞ്ഞു പിടിക്കുകയോ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യല. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നിറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 3-4 മിനിറ്റ് കൂടെ അങ്ങനെ വെച്ച ശേഷം ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് കുത്തി നോക്കുമ്പോൾ അത് ഒടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല രുചികരമായ ഒരു മെഴുക്ക് വരട്ടിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. താങ്ക്